അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതി ദൈവത്തിനാണ്. വണ്ടർഫുൾ. ഗുഡ് ഈവനിങ്. എന്റെ പേര് ഇവിടെ പരിചയപ്പെടുന്നത് ഷെരീഫ് എന്നാണ്. സ്ഥലം കണ്ണൂർ ജില്ലയിൽ തന്നെ കടപ്പുറത്തായി. ജനിച്ചു വളർന്നത് കടപ്പുറത്താണ്. ഇപ്പൊ കണ്ണൂർ കടപ്പുറക്കാരെന്ന് തോന്നുന്നുണ്ടാണ്. ഈ കടപ്പുറക്കാരുണ്ടെങ്കിൽ അടിച്ചു പോകരുത്. കാരണം കടപ്പുറത്തെല്ലാം മോശക്കാരെന്നല്ല പറയുന്നത്. കാരണം കടപ്പുറത്ത് എന്നെ പോലത്തെ ഇങ്ങനെ ഈ ലെവലിലേക്ക് വരാൻ പറയുന്നത് വളരെ ചുരുക്കാൻ അത്ഭുതമാണ്. കാരണം ഈ കൂട്ടത്തിലുണ്ട് ക്വാളിഫിക്കേഷൻ MBA വരുന്നു. അങ്ങനൊരു സാധനം ഇല്ലേ? എന്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സുൽത്താൻ തോടുണ്ടാണല്ലോ. വേറൊന്നും ഇല്ല. എന്നെ എഴുതിയിട്ടുള്ള പരിപാടിയൊക്കെ ബുദ്ധിമുട്ടാണ്. വായിക്കുന്നതൊക്കെ ഒപ്പിക്കലല്ലെങ്കിൽ. പക്ഷെ എങ്ങനെ ഇവിടെ എത്തി, ഈ ഡേയ്സിലേക്ക് എങ്ങനെ എത്തി, അല്ലെ? അത് ഒരു സംഭവമല്ലേ? കാരണം സ്വപ്നത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത ലൈഫിൽ ഇത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാകും, ഒരു മധുരം നുകർന്ന ഒരു ദിനം വരാനുണ്ട്, ഒരിക്കലും പ്രതീക്ഷിക്കുന്നു. എന്റെ ലൈഫിൽ ഇങ്ങോട്ട് സൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എന്റെ ഫാമിലി ഞാൻ വിട്ടിട്ടില്ല, ഞാൻ ആരും കണ്ടിട്ടുമില്ല. എന്റെ ഫാമിലി ഇതുപോലെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്ന ഒരാളും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഉണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ഒരുപാട് ആൾക്കാർ പണ്ടേ ഇൻസൾട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഒന്ന് എന്തുകൊണ്ടാണ്? ഒന്ന് പണം ഇല്ലാത്ത ഫാമിലിയാണ്, വിദ്യാഭ്യാസമില്ല, കാണാൻ സംഭവമില്ല. ഇപ്പം കാണാൻ അത്യാവശ്യം അത് ഇപ്പൊ ഈ ലുക്കിലേക്ക് മാറ്റിയത് എന്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. എന്നോട് പറയാണ് ഞാൻ ഇവിടുന്ന് വരുന്നത്. എന്റെ മരുമണി കൂട്ടിട്ട് ഞാൻ ഇവിടെ വന്നു ഗസ്റ്റ് മരുമണി. എന്റെ മരുമണി ഈ ബേസിലുണ്ട്, ഈ സ്റ്റേജിലുണ്ട്, ഇവിടെ ഈ ഹാളിലുണ്ട്. എന്റെ മരുമകൾ DTC ആണ്. അപ്പൊ പറഞ്ഞു വൈകുന്നേരം പോയാണ് വളരെ ഫോണിന് സ്റ്റൈല് കൂടി. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് അമേസിംഗ് റിസൾട്ട് ആണ്. ഇതാണ് അത്ഭുതം. അങ്ങനെയോ? കാരണം ഞാൻ രാവിലെ വെച്ചിട്ട് ഒരു സമയമില്ല ഓടാൻ. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ? അപ്പൊ അതൊക്കെ പേഴ്സണാലിറ്റി മാറി, സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ലേ? നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ യോഗ്യതയില്ല, നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനുള്ള യോഗ്യതയില്ല. ചന്തി ചവർന്ന് പറയാം. എന്റെ ജോഷി എന്റെ ഷെയ്ക്ക് എന്നെ കൂട്ടുക പള്ളിക്കൂടെ പോയി അമ്മയെ കൂടെ നേരെ അറിയില്ല. ഇവരാണ് എന്റെ ഫ്രണ്ട്. എനിക്ക് ഒരാളെ ഫ്രണ്ട് ഉണ്ടായാൽ ഒരാളെ കിട്ടും കളിക്കും. ഞാൻ അവരെ കൂടെ കടയിൽ നിന്ന് സുൽത്താൻ. പക്ഷേ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ബേണിംഗ് ഡിസൈൻ ലൈഫിൽ മാറ്റം വേണം. വിദേശത്തൊക്കെ ചുരുക്കി പറയാം, വളരെ സിമ്പിളായിട്ട് പറയാം. പല സൗദി അറേബ്യ ഒരുപാട് വർഷങ്ങളുണ്ട്, മലേഷ്യയിലുണ്ട്, പല ക്ലാസ്സും വൈകിട്ട് കഴിക്കുന്നുണ്ട്, പ്രൊഫസർമാരാക്കിയിട്ടുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ ഈ പ്ലാൻ കേട്ടിട്ടില്ല. റോബർട്ട് ഉദ്യാസാക്കി നല്ല സാധനം കേട്ടിട്ടില്ല. ഇത് കേട്ടപ്പോഴാണ് ഞാൻ പ്രൊഫസറാക്കാൻ പോകുക. നിങ്ങൾ അതിന് പോവുക. ഇന്ന് ഈ പ്ലാൻ കേട്ടോ വേറെ പണിയെടുക്കാൻ പോകുക. ഓടി ഇവിടെ കളിക്കാൻ നോക്കും. അതാണ് എനിക്ക് തോന്നിയത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ തൊട്ടെടുത്താൽ തന്നെ ഞാൻ പണിയിട്ട് ഡ്രൈവർ പണിയെടുത്തത്. അവിടെ ഒരു പേസ്റ്റ് ആണ് വന്നതാണ് ഷിബാമ. എന്റെ സ്പോൺസർ ഷിബാമ. ഹൃദയത്തിന്റെ അടിപ്പറന്നുള്ള നന്ദി ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ആ പേസ്റ്റ് എനിക്കുണ്ടായ മാറ്റം, അത്ഭുതം, ആ റിസൾട്ട്. പിന്നെ എൻ്റെ വൈഫായിക്കോട്ടെ, കുട്ടിയായിക്കോട്ടെ, പിന്നെ അവിടുന്ന് ഓരോ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട്, അതിലൊന്നും കൂടുതൽ കിടക്കുന്നില്ല. പക്ഷെ എന്നെ മാറ്റത് ആ ഡിസ്ട്രിബ്യൂഷൻ വില കുറച്ച് കിട്ടാൻ രണ്ടാമത് ചോദിച്ചപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ വന്നു. ആ ഡിസ്ട്രിബ്യൂഷൻ എന്തുകൊണ്ട് പ്രീ-റൈറ്റേഴ്സ് മലയാളം പറഞ്ഞാൽ പേര് കൊടുക്കാനൊന്നും അറിയില്ലല്ലോ. അന്ന് കൊടുത്ത ലൈസൻസ് സാധാരണ വരില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കും, ഈ മഹത്തായ മൈലേജ് വന്നതുകൊണ്ട് മൊത്തം മാറിയില്ല. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ മാറണോ? ഇന്ന് ഞാൻ നിൽക്കുന്നത് 10 കോടിക്ക് മേലെ ബിസിനസ് മാച്ച് എനിക്ക് ഇത്തം കിട്ടൂല. അങ്ങനെ ഈ സ്കൂളിൽ പറ്റിയിട്ടില്ല. എനിക്ക് ഇരിക്കാനും പറ്റില്ല. പിന്നെ ആ സൂട്ട് വന്നാൽ അതിനുള്ള പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ
നിർബന്ധിതനായി ഒരു മീറ്റിംഗ് വിളിക്കുക. കാരണം എൻ്റെ ബ്രദർ എന്നാണ് ഞാൻ നിൽക്കുന്നത്. ആരംഭി ചെയ്താണ് മോനെ കിട്ടൂല, മോളിലാക്കി കിട്ടുന്നു പടച്ചോൻ കിട്ടാണ്. പ്ലാൻ കേട്ടിട്ടില്ല, ഇതെവിടെ മുകളിൽ കിട്ടുന്നത്. പക്ഷെ എനിക്കെന്ത് കിട്ടുന്നുണ്ടോ ഞാൻ നോക്കിയിട്ടുള്ളൂ. എനിക്കെന്ത് കിട്ടും ഇത് ചെയ്താൽ. അങ്ങനെ എന്റെ അപ്ലൈൻ കബീർ സാർ ആയിക്കോട്ടെ, പ്രൊഫസർ ഇവരൊക്കെ വന്നിട്ട് എനിക്ക് പ്ലാൻ പ്രസന്റ് ചെയ്താണ്. ഇതാണ് പ്ലാൻ സാർ. നിങ്ങൾക്ക് സാറാ 3 കൊല്ലം. ഞാൻ 3 കൊല്ലം നിങ്ങൾക്ക് കിട്ടും. അത് പറയാതെ കിട്ടും. 3 കൊല്ലം തീരുന്നോക്കും. ഇങ്ങനെ വലിയൊരു ടീം ഉണ്ടാവും. ഗോണിക്കുപ്പ വീരാജപ്പെട്ട മടിക്കേരി നാപ്പോ പെരുമാൾ ഒരു ഭാഷയായി ഇതുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? സാറ കൃത്യ അവസരം ഉപയോഗപ്പെടുത്തും. തവള കമ്പനിയിൽ പോവാതെ, ഒപ്രാക്കോ എന്ന് പറയുന്ന കമ്പനിയിൽ പോവാതെ, മാക്കാലത്ത് വരുന്ന കമ്പനിയിൽ പോകരുത്. ഇവിടെ വാ, ഈ ബിസിനസ് നിർത്തി എന്നെപ്പോലെ ഒരു കടപ്പണക്കാരൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി, ഒരു അസാധാരണക്കാരനാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി തെളിവ് സൈന്യം നിൽക്കുന്നു. ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഞാൻ നിർത്താനും ഓക്കെ ഒറ്റ ബിസിനസ്. അതായത് ഒരു പറയുന്നില്ല നിർത്താൻ വേണ്ടി, ഒരു പറയുന്നില്ല എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ നിർത്തണമല്ലോ. കാരണം നമ്മൾ കാത്തിരിക്കുന്ന ഒരാൾ വരാനുണ്ട്. ആണല്ലോ. പക്ഷെ നോക്കി ഞാൻ കണ്ടത് ഈ ബിസിനസ് ഒരു പാഷനായിട്ട്. ഞാൻ എൻ്റെ കുടുംബത്തെക്കാളും ഞാൻ സ്നേഹിച്ചത് ഈ ബിസിനസ്സിനെയാണ്. കാരണം പണമെങ്കിൽ ആരുമില്ല. ആ പണം ഉണ്ടാക്കാനും ഞാൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഈ കഴിഞ്ഞ 25-ആം തീയതി MTC മീറ്റിംഗ് സാർ, MTC മീറ്റിംഗ് കഴിഞ്ഞ് 25-ആം തീയതി ബോംബെയിൽ ഞാൻ പോയതിനെ അറിയും. ഞാൻ അത്ഭുതപ്പെടുത്തി. ഞാൻ ഫ്ലൈറ്റിൽ പോകുന്ന കണ്ണൂർ എയർപോർട്ടിൽ പോകുന്ന അവിടെ ഫ്ലൈറ്റ് കയറി പോകുന്നു. 26-ആം തീയതി ഫ്ലൈറ്റ് കയറിയിട്ട് വരുന്നു. കാർ എടുക്കുന്നു. പാർക്കിങ്ങിൽ വെച്ചത് 750 രൂപയോളായി പാർക്കിങ്. അവിടെ വെച്ചു. ഞാൻ പോകുന്നു. കടപ്പുറത്തെ ശരിക്ക് പോയാലും change your attitude, change your life. അപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നവൻ, ലക്ഷ്യസ്ഥാനത്തെത്തില്ല സംശയിക്കുന്നവൻ, സംശയിപ്പിക്കുന്നവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.